So students, next we are going to discuss about threads. ത്രെഡുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, കേട്ട് പരിചയമുള്ളതാണ്. ത്രെഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് വെയിറ്റ് പ്രോസസ് ആണ്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ആപ്ലിക്കേഷനിൽ ചെറിയ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാനുള്ള, അത് തുടങ്ങി അത് അവസാനിക്കുന്നത് വരെയുള്ള ആ ഒരു പാത്ത്, അല്ലെങ്കിൽ അത് ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ള ആ ഒരു പാത്താണ് നമ്മളൊരു ത്രെഡ് സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്തുണ്ടാവും, ത്രെഡ്സുകളുടെ കൺകറൻ്റ് ആയിട്ടുള്ള പിന്നെ റണ്ണിങ് ആണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പം അറ്റ് എ ടൈം ഒരു ത്രെഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നതൊന്നും നമുക്ക് പറ്റില്ല. അപ്പം ത്രെഡുകൾ, അപ്പം അങ്ങനെ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ ചെറിയ ഓരോ ടാസ്കുകളായിട്ട് അതിനെ നമ്മൾ ലൈറ്റ് വെയിറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ത്രെഡ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ത്രെഡ് മോഡൽ ഉണ്ട്, ത്രെഡ് ക്ലാസ് എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ത്രെഡ് ക്ലാസ്സസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, റണ്ണബിൾ ഇൻ്റർഫേസ്, ത്രെഡ് സിങ്ക്രണൈസേഷൻ, മൾട്ടി ത്രെഡ്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് നമ്മളുടെ ത്രെഡ് ലൈഫ് സൈക്കിൾ നമുക്ക് പഠിക്കാം. ഇങ്ങനെയാണ് ഒരു ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിലൊരു ത്രെഡിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സോ ഒരു ലൈറ്റ് വെയിറ്റ് പ്രോസസ് ആണ് ദാറ്റ് ക്യാൻ റൺ കൺകറൻ്റ്ലി വിത്ത് അതർ പാർട്സ്. അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഒരുപാട് ത്രെഡുകൾ ഒരുമിച്ച് റൺ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് കുഞ്ഞു ത്രെഡ്സുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, റൺ ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടാസ്ക് ആണെങ്കിൽ ആ ടാസ്ക് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ത്രെഡ് എന്ന് പറയുന്നത് വേറെ ത്രെഡ്സിനെ അല്ലെങ്കിൽ വേറെ ഒരുപാട് ടാസ്കിനെ എല്ലാം അത് ഡിപ്പെൻഡ് ആയില്ല. സോ ത്രെഡ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ആ ഒരു ടാസ്കിനെ മാത്രം, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് അത് സ്റ്റോപ്പ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിങ് എൻഡ് ചെയ്യുന്നത് വരെ ആ ത്രെഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത്. നമുക്കിനി ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ലൈഫ് സൈക്കിൾ, ത്രെഡ്, സ്റ്റേറ്റ്. അപ്പം ഈ കാണുന്ന ഓവൽ ഷേപ്പുകളിലുള്ളതാണ് ഒരു ത്രെഡ് തുടങ്ങി ഒരു ത്രെഡിൻ്റെ ടെർമിനേഷൻ വരെ ഉള്ള ഒരു സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ് നിങ്ങൾക്ക് കാണാം, റണ്ണബിൾ, റണ്ണിങ്, ടെർമിനേറ്റഡ്, ടൈംഡ് വെയിറ്റിംഗ്, ബ്ലോക്ക്ഡ് വെയിറ്റിംഗ്. അതായത് ഒരു ത്രെഡ് തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CPU എന്ന് പറയുന്ന സംഭവം നമ്മൾ ഷെയർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു റിസോഴ്സിനെ നമ്മൾ എടുത്തിട്ടാണ് ആ പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ത്രെഡ് അവിടെ റൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ഒരു ഫങ്ഷൻസ് ആണ്. ഒരു ത്രെഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ ഒരുപാട് ഫങ്ഷനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് മെത്തേഡുകൾ ഉണ്ടാവും. ആ മെത്തേഡുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ത്രെഡ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ത്രെഡ് സ്റ്റേറ്റ്സുകളെല്ലാം കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ത്രെഡ്, ന്യൂ ത്രെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഫ്രം ദി ബിഗിനിങ്. അത് ന്യൂ എന്ന് പറയുന്നത് പുതിയൊരു ത്രെഡ് തുടങ്ങുകയാണ്, അതിൻ്റെ ബിഗിനിങ് ആണ്. അപ്പോൾ ഒരു ത്രെഡിൻ്റെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നതാണ് ന്യൂ ത്രെഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ ഉണ്ടാവുക. ഈ മെത്തേഡുകളൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഉണ്ടാവുക. ഈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ ജാവ പ്രോഗ്രാമിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ഓരോരോ മെത്തേഡുകളാണിത്. അപ്പോൾ ത്രെഡിന് ഇനീഷ്യലൈസേഷൻ ചെയ്തു, അപ്പോൾ അത് ന്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെത്തി. എന്നിട്ട് ത്രെഡിനെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിച്ചു. സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ത്രെഡ് തുടങ്ങുക. അത് റണ്ണബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് എത്തി, അതായത് ആ ത്രെഡിന് സ്റ്റാർട്ടായി, ത്രെഡ് റൺ ചെയ്യാൻ തുടങ്ങി. അപ്പം അത് റൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിച്ചു, റണ്ണിങ് ആയി. അപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രെഡിന് എന്തെല്ലാം അവസ്ഥകൾ വരാം? ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസോഴ്സസിനെ ഷെയർ ചെയ്യാണ്. അപ്പോൾ റിസോഴ്സസിനെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ CPU-നെ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഇതേപോലെ ഒരുപാട് ത്രെഡുകൾ പാരലായിട്ട് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരാൾ മാത്രം യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ, ഒരു റിസോഴ്സ് മാത്രം യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള, അതായത് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്.
അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ റിക്വസ്റ്റ് കൊടുക്കുകയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ആ ഒരു ത്രെഡ് ബ്ലോക്ക്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അതായത് അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു, അപ്പം ആ ഒരു ഇഷ്യൂവിനെ അത് റൺ ചെയ്തിട്ട് ആ ഇഷ്യൂവിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്, അപ്പം ആ ഇഷ്യൂവിനെ റൺ ചെയ്യുന്നത് വരെയുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചെയ്യുമ്പം ബ്ലോക്ക്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ ആ ത്രെഡ് ഉണ്ടായിരിക്കുക. അപ്പം എന്നിട്ട് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് കംപ്ലീഷൻ ചെയ്തതിന് ശേഷം വീണ്ടും റണ്ണബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അതായത് ആ ഒരു ഇഷ്യൂ അവിടെ റിസോൾവ് ചെയ്തിട്ട് റണ്ണബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തി. അപ്പം അതാണ് അവിടെ ഒരു സൈക്കിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു ത്രെഡ് ബ്ലോക്ക്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്താം. ഓൾസോ ഈ ഒരു റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ റിസോഴ്സസിനെ ഇപ്പം റൺ ചെയ്യുന്ന ത്രെഡിന് അല്ലെങ്കിൽ ഇപ്പം റൺ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിന് ആവശ്യമാണ്. സോ എന്ത് ചെയ്യും, മറ്റേ ത്രെഡ് അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രെഡിനെ അവിടെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ അതിനെയാണ് ജോയിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡായിട്ട് വിളിക്കുന്നത്. ജോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ത്രെഡ് അവസാനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ജോയിൻ എന്ന് പറയുന്നത്. അതിനെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡായിട്ടും അല്ലെങ്കിൽ ജോയിൻ അല്ലെങ്കിൽ വെയിറ്റ്. അപ്പം ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മളുടെ ത്രെഡ് ഏത് സ്റ്റേറ്റിലേക്ക് പോകും, വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം ഈ സ്റ്റേറ്റിൽ നിന്ന് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടെ വേറെ അതിൻ്റെ മുന്നേ ഉള്ള ത്രെഡിൻ്റെ യൂസ് എല്ലാം കഴിഞ്ഞിട്ട് അത് വെയിറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് അത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടി, അതായത് ആദ്യത്തെ ത്രെഡ് യൂസേജ് കഴിഞ്ഞു അല്ലെങ്കിൽ ആ റിസോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്ന ചെറിയ എന്തെങ്കിലും നോട്ടിഫൈ എന്ന് പറയുന്ന രണ്ട് മെത്തേഡുകൾ അവിടെ വിളിച്ചിട്ടുണ്ട്, നോട്ടിഫൈ ആൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് കിട്ടി വെയിറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് വീണ്ടും റണ്ണബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ രണ്ട് സ്റ്റേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു, ബ്ലോക്ക്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും. ഈ രണ്ട് സ്റ്റേറ്റുകളിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതാണ് ആ ഒരു ലൈഫ് സൈക്കിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ആ ഒരു ത്രെഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെഡിനാണ് കേട്ടോ ഈ രണ്ട് സ്റ്റേറ്റിലേക്കും പോയത്. അതേപോലെ റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലൊരു ത്രെഡ് വേറൊരു സ്റ്റേറ്റിലേക്കും കൂടി പോവാം. എന്തിന്, വെയിറ്റ് ചെയ്യാൻ പറയാണ് അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യാൻ പറയാണ്. ഒരു വേറെ എന്തെങ്കിലും റിസോഴ്സസിനെ ഷെയർ ചെയ്യുന്നതിനല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ വെയിറ്റിംഗ്, അതായത് ടൈമർ വെച്ചിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ത്രെഡിനെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ടൈമർ വെച്ചിട്ടുള്ള ഒരു ടൈംഡ് വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലും കൂടി നമ്മളുടെ ഈ ത്രെഡിന് എത്താം. ഓക്കെ, അപ്പോൾ റണ്ണിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിന് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ടൈംഡ് വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു വെയിറ്റ് ആ ഒരു സ്റ്റേറ്റിൽ നമ്മളെ ത്രെഡ് എത്തും. എന്നിട്ട് ആ ഒരു ടൈമറിന് ശേഷം ആ ഒരു ടൈമർ എക്സ്പയർ ആയതിനു ശേഷം അല്ലെങ്കിൽ ആ ഒരു സ്ലീപ്പ് ഇൻ്റർവൽ എക്സ്പയർസ് എന്ന് പറയുന്ന ഒരവസ്ഥ എത്തുമ്പോൾ വീണ്ടും റണ്ണബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എത്തുന്നു, റൺ ചെയ്യുന്നു. എന്നിട്ട് എന്താണ് സ്റ്റോപ്പ് അല്ലെങ്കിൽ റൺ മെത്തേഡ് അവിടെ കഴിയുമ്പോൾ ആ ഒരു ടെർമിനേറ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തുന്നു. ഓക്കെ, അപ്പോൾ ജാവ ത്രെഡിൻ്റെ ഒരു ലൈഫ് സൈക്കിളാണിത്. അതിൻ്റെ സ്റ്റേറ്റുകളും അത് എൻകൗണ്ടർ ചെയ്യപ്പെടുന്ന ഫങ്ഷൻസുകളും അല്ലെങ്കിൽ മെത്തേഡുകളും ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എങ്ങനെയാണ് ഒരു ത്രെഡിനെ ജാവ പ്രോഗ്രാമിൽ നമ്മൾ ഉണ്ടാക്കുക, അതായത് ക്രിയേറ്റിംഗ് എ ത്രെഡ് ഇൻ ജാവ. ദർ ആർ 2 ways ടു ക്രിയേറ്റ് എ ത്രെഡ് ഇൻ ജാവ. ഒരു ജാവയിൽ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് രീതിയിൽ നമുക്കൊരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് പ്രോഗ്രാമിലാണ് നമ്മളൊരു ത്രെഡ് പ്രോസസ്സ്, OSലൊക്കെ നമ്മളൊരു ത്രെഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ത്രെഡ് അവിടെ നടക്കുന്നു എന്നൊക്കെ നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് പ്രോഗ്രാം വൈസ് നമ്മൾ എങ്ങനെയാണ് ഒരു ത്രെഡിന് ഒരു ജാവ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ട് രീതിയിൽ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ത്രെഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ക്ലാസ്സിനെ ജസ്റ്റ് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ട്, അതായത് എന്താണ് ഇത്, ഇൻഹെറിറ്റൻസ്. അപ്പം എക്സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ത്രെഡിനെ ഉണ്ടാക്കാം. രണ്ടാമത്തത് ഇംപ്ലിമെൻറ്റിങ് റണ്ണബിൾ ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഒന്നിലേറെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് നമുക്ക് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള മെത്തേഡ്സിനെ നമ്മൾ ഒരൊറ്റ ക്ലാസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു,
ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന മെത്തേഡ്സിനെല്ലാം നമ്മൾ വേറെ ഒരു ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരവസ്ഥ. അതായിരുന്നു നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വന്നത്. അപ്പം ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു മെത്തേഡ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, അതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റിങ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർഫേസിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ത്രെഡിന് ഉണ്ടാക്കാൻ പറ്റുക. ഒന്ന് എക്സ്റ്റെൻഡിങ് ത്രെഡ് ക്ലാസ്, രണ്ടാമത്തത് ഇംപ്ലിമെൻറ്റിങ് റണ്ണബിൾ ഇൻ്റർഫേസ്. ഓക്കെ, അടുത്തത് ക്രിയേറ്റിംഗ് ഓക്കെ, ക്രിയേറ്റിംഗ് എ ത്രെഡ് ഇൻ ജാവ ബൈ എക്സ്റ്റെൻഡിങ് ത്രെഡ് ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ് ത്രെഡ് ക്ലാസ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, ത്രെഡ് ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ത്രെഡിനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പം അതിന് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു പാക്കേജ് എന്ന് പറയുന്നത് എന്താണ്? java.lang.thread എന്ന് പറയുന്ന പാക്കേജിനെ നമ്മളെ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ നിന്നാണ് ഈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള കുറച്ച് മെത്തേഡുകളെയാണ് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റൺ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ യൂസ് ചെയ്താൽ ത്രെഡ് ജസ്റ്റ് എന്താവും, ആ ഒരു ത്രെഡ് ക്ലാസ്സിൽ നിന്ന് റൺ എന്ന് പറയുന്ന റൺ മെത്തേഡിനെ വിളിച്ചാലാണ് നമ്മൾ ഓരോ മെത്തേഡും അതിലുള്ള ഓരോരോ മെത്തേഡ്സുകളും നമ്മൾ കോൾ ചെയ്താലാണ് ആ മെത്തേഡുകളെല്ലാം ഫങ്ഷനിങ് ആവുക. ഓക്കെ, നമുക്ക് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട ക്ലാസ്സിൽ നിന്ന് അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. ആ ഒബ്ജക്റ്റ് ഡോട്ട് വെച്ചിട്ട്, ആ ഒബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് ഈ ത്രെഡ് ക്ലാസ്സിലുള്ള ഓരോ മെത്തേഡിനെയും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ത്രെഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം. ത്രെഡ് എന്ന് പറയുന്നതിന് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, എക്സ്റ്റെൻസ് വെച്ചിട്ട്. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ പബ്ലിക് ക്ലാസ് മൈ ത്രെഡ്, നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ക്ലാസ്സിൻ്റെ പേരാണ് മൈ ത്രെഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിലേക്ക് എന്തിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ത്രെഡ് എന്ന് പറയുന്ന ഓൾറെഡി നമ്മൾ ഇമ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ആ ക്ലാസ്സിനെയാണ്, ആ ക്ലാസ്സിലെ മെത്തേഡ്സിനെല്ലാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ റൺ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനാണ് റൺ, ജസ്റ്റ് ത്രെഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ആർക്കാണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയത്? നമ്മൾ എക്സ്റ്റെൻസ് ചെയ്തത് ഏത് ക്ലാസ്സിലേക്കാണോ, മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്കാണ് ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്റ്റെൻസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും ഈ ത്രെഡിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ മൈ ത്രെഡ് എന്ന് പറയുന്ന അതിന് നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഒബ്ജക്റ്റിനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പേര് സ്പേസ് ഒബ്ജക്റ്റിൻ്റെ പേര്. ഇവിടെ മൈ ത്രെഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഒബ്ജക്റ്റിൻ്റെ പേരായി കൊടുത്തിട്ടുള്ളത്. അപ്പം പക്ഷേ സ്മോൾ ലെറ്റർ my ത്രെഡ് എന്നാണ്. അപ്പോൾ വേറൊരു നെയിം വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. സോ ക്ലാസ്സും ഒബ്ജക്റ്റും ഒരേ പേരല്ല. ഈക്വൽ ടു ക്ലാസ്സിൻ്റെ പേര് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ക്ലാസ്സിൻ്റെ പേര്. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ആർക്കാണ് ഉണ്ടാക്കിയ ഒബ്ജക്റ്റ്? ഏതിലേക്കാണോ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആരിലേക്കാണോ ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെയാണ് ഇനി ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. സോ അപ്പോൾ ഈ പുതിയ ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ പേര് ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരുടെ മെത്തേഡാണ്? സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൈ ത്രെഡ് ഡോട്ട് സ്റ്റാർട്ട് എന്നടിക്കുമ്പോൾ നമ്മളെ എന്താവും? ത്രെഡിൻ്റെ ഇനീഷ്യലൈസേഷൻ, ത്രെഡ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, എന്ത് ത്രെഡിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ത്രെഡ് ക്ലാസ്സിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് ത്രെഡ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് ഗെറ്റ് നെയിം, അതായത് ത്രെഡിൻ്റെ പേര് കിട്ടാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഗെറ്റ് പ്രയോറിറ്റി, ത്രെഡ്സിൻ്റെ പ്രയോറിറ്റി എങ്ങനെ കിട്ടാം. ഈസ് അലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ത്രെഡ് റണ്ണിങ് ആണോ, ഇഫ് എ ത്രെഡ് ഈസ് സ്റ്റിൽ റണ്ണിങ്. ഓക്കെ, അത് ഉണ്ടോ ഇല്ലേ, ഈസ് റണ്ണിങ് തന്നെയാണോ ഇല്ലേ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ഈസ് അലൈവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. പിന്നെ ജോയിൻ എന്ന് പറയുന്ന വെയിറ്റ് ഫോർ എ ത്രെഡ് ടു ടെർമിനേറ്റ്, അടുത്ത വേറൊരു ത്രെഡ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെ നമ്മൾ ജോയിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാക്കി വിളിച്ചിരിക്കുന്നു. പിന്നെ റൺ എന്ന് പറയുന്നു, സ്ലീപ്പ്. ദെൻ ദ ലാസ്റ്റ് മെത്തേഡ് ഇസ് സ്റ്റാർട്ട്. സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് അതിനെങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെക്കുക, ജസ്റ്റ് സ്റ്റാർട്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് എങ്ങനെയാണ് ആദ്യത്തെ കേസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, രണ്ടാമത്തെ കേസ് ബൈ ഇംപ്ലിമെൻറ്റിങ് റണ്ണബിൾ ഇൻ്റർഫേസ്. അതായത് റണ്ണബിൾ ഇൻ്റർഫേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇതാണ് ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടത് ഈസിയസ്റ്റായി എഫക്റ്റീവ് മെത്തേഡാണെന്ന് പറയുന്നതെന്ന് അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, ഇതിന് ഈസിയസ്റ്റ് വേ ടു ക്രിയേറ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ഫ്ലോ, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് റൺ ഇൻ്റർഫേസ്
ഇൻ്റർഫേസിനെ നമ്മൾ വിളിച്ചത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു? ക്ലാസ്സിൻ്റെ പേരാണ് ഇവിടെ ക്ലാസ് മൈ ത്രെഡ് ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ എന്ന് പറയുന്നുണ്ട്. റണ്ണബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർഫേസിൻ്റെ പേരാണ്. അപ്പം ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ, ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് കീവേഡിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർഫേസ് എന്ന് പറയുന്നതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദ കീവേഡ് ഇംപ്ലിമെൻറ്റ്സ്. ഓക്കെ, ദെൻ ഈ മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ റൺ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. ജസ്റ്റ് ഒരു പ്രിൻറ്റ് ചെയ്തു, മൈ ത്രെഡ് ഈസ് ഇൻ റണ്ണിങ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ക്ലാസ്സിനെ എല്ലാം, ആ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്യപ്പെടുന്ന മെത്തേഡ്സിനെ എല്ലാം നമ്മൾ ഒന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു സൂപ്പർ ക്ലാസ്സിനെ മാത്രമേ പറ്റുള്ളൂ, അല്ലേ? അപ്പം അതിൽ നിന്നാണ് നമുക്ക് ഒരുപാട് സബ് ക്ലാസ്സസ് ഉണ്ടാവാം. പക്ഷേ ഈ റണ്ണബിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻ്റർഫേസ് എന്ന് പറയുന്ന മെത്തേഡുകൾ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് എന്താണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് തന്നെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പോസിബിൾ അല്ലാത്തത് കാരണമാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ത്രെഡിനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മളൊരു റൺ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ അവിടെ ജസ്റ്റ് ഒരു പ്രിൻറ്റ് ചെയ്തു ഇട്ടു. എന്നിട്ട് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എങ്ങോട്ടാണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയെന്ന് നോക്കണം. അപ്പം മൈ ത്രെഡ് എന്ന് പറയുന്ന ഇപ്പം നിലവിലുള്ള ക്ലാസ് ആണ് മൈ ത്രെഡ് എന്ന് പറയുന്നത്. ആ ത്രെഡിനാണ്, അല്ലെങ്കിൽ അതാണ് ഇംപ്ലിമെൻറ്റ്സ്. റണ്ണബിൾ എന്ന് പറയുന്നതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ ഈ അവിടെ ആയിരിക്കും ഒരുപാട് ഈ ത്രെഡിൻ്റെ എല്ലാ ഫങ്ഷൻസും ഉണ്ടായിരിക്കുക. ഒരുപാട് ക്ലാസ്സസുകൾ ഉണ്ടാവും, അതിലെല്ലാം ഒരു ഫങ്ഷൻസ് എല്ലാം ഉണ്ടായിരിക്കുക. റണ്ണബിൾ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ്, ആ ഒരു ഇൻ്റർഫേസ് ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈ ത്രെഡ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഈക്വൽ ടു ന്യൂ മൈ ത്രെഡ് എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്തത് എന്താ കൊടുത്തിട്ടുള്ളത്? ത്രെഡ് എന്ന് പറയുന്ന, നമ്മൾ ഈ ക്ലാസ്സിലേക്ക് എന്ത് എടുക്കണം? ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിന്, ത്രെഡ് എന്ന് പറയുന്ന ഓൾറെഡി ഉള്ള നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഈക്വൽ ടു ന്യൂ ത്രെഡ് OBJ. കാരണം ഏത് ക്ലാസ്സിനെയാണ് എടുക്കുന്നത്, ഏതിലേക്കാണ് നമ്മൾ ഒരുപാട് ക്ലാസ്സസിനെ നമ്മൾ ഒന്നിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ പല പല ക്ലാസ്സുകളിലായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള മെത്തേഡുകളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. മൈ ത്രെഡ് എന്ന് പറയുന്ന ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിലവിലുള്ള ക്ലാസ്, അതിൻ്റെ മുന്നത്തെ ഒരു ക്ലാസ്സാണ് ത്രെഡ് എന്ന് പറയുന്നത്, അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ആ ക്ലാസ് ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ക്ലാസ്സിലുള്ള ഒബ്ജക്റ്റിനെ നമുക്ക്, ആ ക്ലാസ്സിലുള്ള മെത്തേഡിനെ നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് റൺ ചെയ്യേണ്ടത്? മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഉണ്ടാക്കിയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കണം ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ വിളിക്കേണ്ടത്. ഈ ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിനെ പോലെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള മെത്തേഡുകൾ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇങ്ങനത്തെ ഏത് ക്ലാസ്സിനെയാണോ, നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരുപാട് ക്ലാസ്സസ്. അപ്പോൾ ഏത് ക്ലാസ്സിനെയാണോ നമുക്ക് ആവശ്യം, ആ ക്ലാസ്സിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആ ഒബ്ജക്റ്റിൻ്റെ, ആ ക്ലാസ്സിലുള്ള മെത്തേഡിനായിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ മൈ ത്രെഡ് എന്ന് പറയുന്ന നിലവിലുള്ള ക്ലാസ്സിലേക്കാണ് നമ്മൾ ഈ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്ന ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ഈക്വൽ ടു ന്യൂ ത്രെഡിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ആർക്കാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടേണ്ടത് അയാളുടെ ഒബ്ജക്റ്റിനെ വേണം ഇതിൻ്റെ ഉള്ളിൽ വിളിക്കാൻ. ഓക്കെ, എന്നിട്ട് TOBJ ഡോട്ട് സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം സ്റ്റാർട്ട് എന്ന് പറയുന്ന ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ റൺ ആവും. അല്ലാതെ മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലല്ല നമ്മളെ ത്രെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലല്ല നമ്മളെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. അത് നമ്മൾ മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്തു ഇൻ്റർഫേസ് വഴി. ഓക്കെ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ യൂസ്ഫുൾ ആണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
നമ്മളൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ക്ലാസ്സിനെ മാത്രമേ നമുക്ക് വേറെ ഒരു ക്ലാസ്സിനെ നമുക്ക് ഒരൊറ്റ ആ ഒരു എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് കൊണ്ട് വേറെ ഒരു ക്ലാസ്സിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇത് റണ്ണബിൾ ഇൻ്റർഫേസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്താലും നമുക്ക് വേറെ ക്ലാസ്സിനെ എത്ര വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫ്യൂച്ചറിൽ നമുക്കതിനെ എടുക്കാം. ഇവിടെ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ എടുത്തു, അതേപോലെ വേറെ ഏതെങ്കിലും ക്ലാസ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, റണ്ണബിൾ ഇൻ്റർഫേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വഴി. മാത്രമല്ല എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഓരോ ത്രെഡിനും ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. പക്ഷേ റണ്ണബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വഴി എടുക്കുന്ന എല്ലാ ക്ലാസ്സുകൾക്കും ഒറ്റ ഒബ്ജക്റ്റ് മതി. ആ ഒബ്ജക്റ്റിലേക്ക് ഡിഫറെൻ്റ് ക്ലാസ്സസിൻ്റെ ഒബ്ജക്റ്റ് വരും. ആ ഒരു വേർഡ് തന്നെയുണ്ട് മൾട്ടി ത്രെഡിങ്. ത്രെഡ് മീൻസ് ത്രെഡിന് ഒരുപാട് ഒരു ജാവയിൽ അറ്റ് എ ടൈം ഒരുപാട് ത്രെഡുകൾ പ്രോസസ്സിങ് ചെയ്യുന്നതിനാണ്, എക്സിക്യൂട്ടിങ് ചെയ്യുന്നതിനെയാണ്, സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ടിങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. അതായത് ഈ CPU-നെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അതായത് കുറേ ത്രെഡ്സിനെ നമ്മൾ റൺ ചെയ്തിട്ട് CPU-ൻ്റെ എല്ലാ റിസോഴ്സസിനെയും അല്ലെങ്കിൽ എല്ലാ റിസോഴ്സിനെയും മാക്സിമം ഷെയർ ചെയ്തിട്ട് CPU-നെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് അതിനെയാണ് നമ്മൾ കൺകറൻസി എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൺകറൻസി ഇൻ ജാവ. ആ ഒരു കൺസെപ്റ്റാണത്. ഓക്കെ, എന്തുകൊണ്ട് മൾട്ടി ത്രെഡിങ്? അതായത് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് എ സിംഗിൾ CPU. ഒരൊറ്റ CPU-നെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് ത്രെഡുകൾ അറ്റ് എ ടൈം റൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് പെട്ടെന്ന് നല്ല ഔട്ട് കിട്ടുകയും ചെയ്യും. ബെറ്ററായിട്ട് എല്ലാം ഒരുമിച്ച് റൺ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു ലാഗ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു യൂസ്ഫുൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്തുകൊണ്ട് സിങ്ക്രണൈസേഷൻ? ജാവയിൽ മൾട്ടി ത്രെഡിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അതായത് ഒരേ റിസോഴ്സസിനെ ഒരുപാട് ത്രെഡ്സുകൾ യൂസ് ചെയ്യുമ്പം അവിടെ ഒരുപാട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒരേ റിസോഴ്സസിനെ എല്ലാ ത്രെഡും യൂസ് ചെയ്യുമ്പം അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരും. ഓക്കെ, ഇതിനെല്ലാം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ സിങ്ക്രണൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ അറ്റ് എ ടൈം ഒരു റിസോഴ്സസിനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നിൽ കൂടുതൽ ത്രെഡുകൾ ഒരു റിസോഴ്സസിനെ അറ്റ് എ ടൈം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു റിസോഴ്സസിനെ ഒരു ത്രെഡ് മാത്രമായിരിക്കണം ഒരു പെർട്ടിക്കുലർ ടൈമിൽ യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് അതായത് അറ്റ് എ ടൈം ഒരു റിസോഴ്സിനെ ഷെയർ ചെയ്യുന്നത് ഒരു ത്രെഡ് മാത്രമായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് നമ്മളുടെ പ്രോഗ്രാമിൽ കൊണ്ടുവരാന്നുള്ളതാണ്. അതിന് നമ്മളൊരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു മെത്തേഡിലുള്ള അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെഷനായിട്ട് നമ്മൾ അതിനെ മാർക്ക് ചെയ്യും. അതിനെ മാർക്ക് ചെയ്യുമ്പം എന്താണ് ബാക്കിയുള്ള കൺകറൻറ്റ് പാർട്സ് ആയിട്ടുള്ള എല്ലാത്തിനെയും റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ ഒരു കോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു കോഡ് ബ്ലോക്കും ഒരു മെത്തേഡും എവിടേക്കാണ് നമുക്ക് സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു കീവേഡിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സിങ്ക്രണൈസ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് റിസോഴ്സസിൻ്റെ ലഭ്യത കുറവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാ ത്രെഡിനും റിസോഴ്സസ് ഒരേ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ റിസോഴ്സസിനെ അറ്റ് എ ടൈം ഒരു ത്രെഡിനെ മാത്രം യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള വേ. അതായത് മൾട്ടി ത്രെഡിങ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എവിടേക്കാണ് നമ്മൾ ഒരു കോഡ് ബ്ലോക്കിൽ നമ്മൾ യൂസ് ചെയ്ത് മെത്തേഡിൻ്റെ ഉള്ളിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു സിൻടാക്സ് ഇങ്ങനെയാണ്. അതായത് സിങ്ക്രണൈസ്ഡ് എന്ന് എഴുതുക, എന്നിട്ട് ലോക്ക് ഒബ്ജക്റ്റ്, എന്നിട്ട് സിങ്ക്രണൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കോഡ് ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ആക്കി വെക്കുക. അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ബ്ലോക്ക്, ക്രിട്ടിക്കൽ സെക്ഷൻ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സിങ്ക്രണൈസ്ഡ് അല്ലെങ്കിൽ ലോക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ലോക്ക് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിലുള്ള ത്രെഡിന് നമ്മളൊരു ലോക്ക് കൊടുക്കും. അതായത് ആ ഒരു റിസോഴ്സസിനെ മാത്രമാണ്, അതിൽ വേറെ ഒരു റിസോഴ്സും, അപ്പം ആ ത്രെഡ് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ത്രെഡിനൊന്നും റിസോഴ്സസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ
ആവാതെ അതിനൊരു ലോക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു ത്രെഡിനെ എന്ത് ചെയ്യാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഒരു ലോക്ക് വെച്ചിട്ട് ഒരു ത്രെഡ്. ഓക്കെ, അപ്പം അവിടെ വേറെ ഒരു ത്രെഡിനും എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പെർട്ടിക്കുലർ റിസോഴ്സസിന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലോക്കിൽ നമ്മൾ സിങ്ക്രണൈസ്ഡിനെ യൂസ് ചെയ്യുക. ഒരു മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആയിട്ട് യൂസ് ആക്കുക എന്നുള്ളതാണ്. അതായത് അതിനൊരു ആക്സസ് മോഡിഫയർ, അതായത് അതിൻ്റെ സിൻടാക്സ് ആക്സസ് മോഡിഫയർ, സിങ്ക്രണൈസ്ഡ് മെത്തേഡ്, പാരാമീറ്റർ. സാധാരണ മെത്തേഡ് എങ്ങനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്യൽ, ഒരു മെത്തേഡ് പേരുണ്ടായിരിക്കും, അത് പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് നമ്മൾ എഴുതും. ഇവിടെ ആക്സസ് മോഡിഫയർ, സിങ്ക്രണൈസ്ഡ് മെത്തേഡ്, അതിൻ്റെ ഉള്ളിൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്, എന്നിട്ട് സിങ്ക്രണൈസ്ഡ് കോഡ്. ദിസ് ഇസ് ദ ജനറൽ സിൻടാക്സ് ഫോർ റൈറ്റിംഗ് എ സിങ്ക്രണൈസ്ഡ് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രയോറിറ്റി. എങ്ങനെയാണ് ത്രെഡിൻ്റെ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, ഏതൊക്കെ ത്രെഡിന് അല്ലെങ്കിൽ ഏത് പ്രോസസ്സാണ്, ഏത് ലൈറ്റ് വെയ്റ്റ് പ്രോസസ്സാണ് ആദ്യം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് രണ്ടാമത് നടത്തുന്നത്, ഈ രീതിയിലൊരു പ്രയോറിറ്റീനെ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രയോറിറ്റി, ത്രെഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ത്രെഡ് ഷെഡ്യൂൾസ് ദി ത്രെഡ്സ് അക്കോർഡിംഗ് ടു ദെയർ പ്രയോറിറ്റി. അതിനൊരു ത്രെഡ് ഷെഡ്യൂളർ ഉണ്ട്. അപ്പം സിംപ്ലി നമ്മൾ ഓരോന്നിന് ജസ്റ്റ് ഒരു നമ്പറിങ് കൊടുക്കുക. 1 മുതൽ 10 വരെയുള്ള 1 to 10 വരെയുള്ള ഒരു നമ്പറിങ് ആണ് നമ്മളൊരു ത്രെഡ് പ്രയോറിറ്റി ആക്കി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇങ്ങനെയാണ് ആ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോൺസ്റ്റൻസ് ആയിട്ട്, അതായത് മിനിമം പ്രയോറിറ്റി, ഇൻറ്റ് മിൻ പ്രയോറിറ്റി, ഇങ്ങനെയാണത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻറ്റ് മിൻ പ്രയോറിറ്റി ഒരു മിനിമം പ്രയോറിറ്റി ആണെങ്കിൽ 1, ഇൻറ്റ് നോർമൽ പ്രയോറിറ്റി, നോം പ്രയോറിറ്റി ആണെങ്കിൽ ഒരു 5, ഇൻറ്റ് മാക്സിമം പ്രയോറിറ്റി ആണെങ്കിൽ, അതായത് ഏതൊക്കെ ത്രെഡിന് ഇങ്ങനെയൊക്കെ പ്രയോറിറ്റീസിന് നമ്മൾ ആക്സസ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ത്രെഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ത്രെഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, താങ്ക് യു.